എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ആദ്യമായി കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനോട്ടൊക്കെ ഇഷ്ടപ്പെടാൻ കഴിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വിട്ടെടുക്കാം. ഇന്ത്യൻ നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട ന്യൂസാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നാഷണൽ ടീം പരിശീലകൻ നിഗോസ്റ്റ് മാച്ച് പുറത്താക്കിയിരിക്കുകയാണ് AFF, അതായത് ഓൾ ഇന്ത്യ ഫെഡറേഷനാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് നിഗോസ്റ്റ് മാച്ചിനെ പുറത്താക്കിയത്. ക്രൊയേഷ്യൻ പരിശീലകനായിരുന്നു നിഗോസ്റ്റ് മാച്ച്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലനം തന്നെയായിരുന്നു അദ്ദേഹം. വേൾഡ് കപ്പ് ക്വാളിഫയർ 2026 ക്വാളിഫയർ മത്സരത്തിൽ ഇന്ത്യ അവസാന മത്സരത്തിൽ തോറ്റ് മടങ്ങിയത് ഇതിന് വലിയൊരു തിരിച്ചടിയാണ്. പിന്നെ ആരാധക ഭാഗത്തു നിന്നും നിരവധി പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം നല്ലൊരു കോച്ചല്ല, മറ്റ് ചില കാര്യങ്ങൾ കാരണം അനവധി വർഷങ്ങളായി ഇദ്ദേഹം വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നാൽ അതിൽ അധികമൊന്നും അദ്ദേഹത്തിന് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എങ്കിൽ കൂടി അദ്ദേഹത്തിന് സാധിക്കുമായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നമുക്കറിയാം ഖത്തർ ചതിച്ചു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ എന്നാൽ കൂടി ഇന്ത്യക്ക് ഒരു ഗോൾ ലീഡായിരുന്നു, അവിടെയും സമനിലയിലായിരുന്നു അവസാനിക്കുക. അപ്പം ഒരു മത്സരം പോലും മര്യാദയ്ക്ക് വിജയിപ്പിക്കാനാകാതെ മടങ്ങുകയാണ്. ഇപ്പോൾ പുതിയ പരിശീലകനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെയുള്ള കോച്ചുമാരെയാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജംഷഡ്പൂരിൻ്റെ ഇന്ത്യൻ പരിശീലകൻ ഖാലിദ് ജമീദ് ഉൾപ്പെടെ ഈ പട്ടികയിലുണ്ട്. ഇന്ത്യൻ നാഷണൽ ടീം സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2-3 പരിശീലകന്മാരുണ്ട്, ഇന്ത്യയിൽ തന്നെയുള്ള പരിശീലകന്മാരുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കിയിട്ട് ഖാലിദ് ജമീദാണ് ഇന്ത്യയിൽ തന്നെ നല്ലൊരു കോച്ചായിട്ടുള്ളത്. അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്താണ് പല ESL ക്ലബ്ബുകളിലും മെയിൻ കോച്ചായി വന്നിട്ട് അവസാനം ജംഷഡ്പൂരിലും വന്നിട്ട് നല്ലൊരു പഠനം തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ. ഏതായാലും അടുത്തതായി ഇനി ആരായിരിക്കും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലനം എന്നൊക്കെ നമുക്ക് കണ്ടിരുന്ന് തന്നെ അറിയാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ISLൻ്റെയും ഓൾ അപ്ഡേറ്റ്സുമായിട്ട് എത്തുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.